നമുക്ക് വിഷു അട ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ട് ഏകദേശം 500 ഗ്രാമിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ, ഒരു 8 ഏലക്ക ചതച്ചത്, ചുക്ക്, ജീരകം 1 ടേബിൾ സ്പൂണ്, ഒരു 3/4 ഉണ്ട ശർക്കര ഉരുക്കിയെടുത്തതാണ് ഇത്. എന്നിട്ട് നമുക്കിനി ചെയ്യുന്ന രീതി കൂടെ നോക്കാം. ഇന്ന് അമ്മയാണ് അട ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ശർക്കര പാനി അരിച്ചൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാവേ. അതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കാം. നമുക്ക് ഇത് ശർക്കര ചൂടാകുമ്പോഴത്തേന് തേങ്ങത്തോട്ട് ഇടാവേ. ശർക്കര ഉരുക്കിയതിനകത്തോട്ട് തേങ്ങ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാവേ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അട നല്ല സോഫ്റ്റായിരിക്കും, കട്ടിയാകാതെ നല്ല സോഫ്റ്റായിട്ടിരിക്കുവേ. ശർക്കര നന്നായിട്ട് പൊടി ചേർത്ത് കൊടുക്കാവേ, ആവശ്യത്തിനുള്ള പൊടി കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജീരകം, ഏലക്ക, ചുക്ക്, തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് പൊടിയെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാം. ചൂട് നല്ല തിളച്ച വെള്ളം വേണം ഇതിനകത്ത് ചേർക്കാനായിട്ട്. അതുകൊണ്ടെങ്കിൽ നമ്മുടെ മാവ് നല്ലതായിട്ട് മിക്സായി വരത്തില്ല. കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് ഇളക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് റെഡിയായിരിക്കാൻ. നമ്മൾ കൈ കൊണ്ടുകൂടെ നന്നായിട്ട് മയം കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചൂട് കുറഞ്ഞ് കഴിയുമ്പോഴത്തേന് ഒന്ന് കുഴച്ച് വെക്കണേ. നമുക്ക് കൈ കൊണ്ടുകൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കാമേ. ചെറിയ ചൂടുണ്ട്. ചൂട് ഒരുപാട് കുറയുന്നതിന് മുമ്പ് വേണം നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി വെക്കാനായിട്ട്. തേങ്ങാപ്പീര ഒരുപാട് ചേർക്കുന്നതായിരിക്കും ഇതിന് നല്ലത്. ഏകദേശം 1/2 കിലോ മാവിന് ഒരു തേങ്ങയൊക്കെ ചേർത്ത് വളരെ നന്നായിരിക്കും. പക്ഷേ ഇവിടെ തേങ്ങ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അരമുറിയെ ചേർത്തിട്ടുള്ളേ. നമ്മളിത് വഴണയിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തലേ ദിവസമേ വയ്ക്കും, വൈകിട്ട് തന്നെ വെച്ചിട്ട് രാവിലെ കഴിക്കും. അങ്ങനെയാണ്, ഭഗവാനെ നേദിച്ചിട്ട് രാവിലെ കഴിക്കും. നമ്മുടെ അട റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വഴണയിലയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ വഴണയിലെന്ന് പറയും. പലയിടത്തും പല പേരാണ് പറയുന്നത്. ഇടയനില എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥലത്ത് എന്താണെന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ.